കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചിന്തിച്ച് വരികയായിരുന്നു. ഞാൻ മറ്റൊരു വേദഭാഗം എടുക്കണോ എന്നൊക്കെ വിചാരിച്ചപ്പോഴും പിന്നെയും ഓർത്തു, യെസ്, ലെറ്റ് കണ്ടിന്യൂ വിത്ത് ദാറ്റ് പോർഷൻ ഇറ്റ് സെൽഫ്. ആ ഒരു പോർഷനിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ചു വന്നത് 6-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിൻ്റെ രാജ്യം വരണം. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്ത ഭാഗത്തിലേക്ക് പോകുകയാണ്. അവിടെ അടുത്ത ഭാഗം വായിക്കുന്നത് നിൻ്റെ ഇഷ്ടം, പ്രൈസ് ദി ലോർഡ്, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്ത് ചെയ്യണം, ഭൂമിയിലും ആകണമേ. പ്രൈസ് ദി ലോർഡ്. As why we are discussing all this content in relation to the model of Jesus' prayer. ഇത് വീണ്ടും പറയുന്നു, ദിസ് ഈസ് ജസ്റ്റ് എ മോഡൽ. ഇത് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കേണ്ടതായൊരു മോഡലിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദിസ് പർട്ടിക്കുലർ ഫ്രേസ് we will read, your will be done on earth as it is in heaven. So let me just make a title for today's short reflection. Prayer is all about resigning. That means we are committing ourselves, we are giving ourselves to the Lord's hand. Let thy will be done as it is in heaven, let it be done in this earth too. ഇവിടെ വായിക്കുമ്പോൾ, ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ, it is a kind of a yielding of our totality or ourselves to the very will of God. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ വാക്ക് നമ്മളോട് പറയുന്നത്. നിൻ്റെ ഇഷ്ടം, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഒത്തിരി കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് വിശദീകരിക്കാനായിട്ടുണ്ടെങ്കിലും കമ്പിവാചകത്തിൽ വളരെ ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. സോ ലെറ്റ് മീ ജസ്റ്റ് ഡിഫൈൻ വാട്ട് ഈസ് ഗോഡ്സ് വിൽ. ഈ ദൈവഹിതം അല്ലെങ്കിൽ സ്വർഗത്തിലെ ഹിതം അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി ഗോഡ്സ് വിൽ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ്, ദൈവം ഭയങ്കര ഒരു വളരെ റൂഡായിട്ട് he keeps his rule very he keeps his attitude very rude and he is like a dictator. Of course, God is a sovereign God. God controls everything. നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുമ്പോൾ ഒരു പിടിവാശിക്കാരനായ ദൈവമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇതാണ്, ഇത് തന്നെ നടക്കണം. സോ വെൻ വി പ്രേ, we may think that our God is like a dictator. ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള, വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത, വളരെ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഡിക്റ്റേറ്ററിനെ പോലെയാണ് കർത്താവ് ദൈവം പെരുമാറുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റിട്ടൺ നിൻ്റെ ഇഷ്ടം. സംടൈം വി മേ ടെൻഡ് ടു സീ ദാറ്റ് God is being an inevitable, so we have no other option, just surrender to what God wishes. ദൈവത്തിൻ്റെ മുന്നിൽ വേറൊരു ഓപ്ഷനൊന്നുമില്ല, അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കേണ്ടി വരികയാണ്. ദൈവത്തിന് മുമ്പിൽ എന്നെ തന്നെ അങ്ങ് സമർപ്പിച്ച് കൊടുക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം ദൈവം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം വളരെ കൃത്യമായി ഇഷ്ടപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് അതർ ഓപ്ഷൻ ഫോർ മീ ഈസ് ടു ജസ്റ്റ് സറണ്ടർ ടു ദാറ്റ് വിൽ. സംടൈം വി മേ ടെംപ്റ്റ് ടു സീ the word will, God's will, like a kind of a thing that it is inevitable to escape from the will and finally we need to surrender to that will. ആ ഇഷ്ടത്തിന് മുമ്പിൽ എങ്ങനെയും ഏൽപ്പിച്ചു കൊടുക്കേ നിവൃത്തിയുള്ളൂ. എന്നാൽ ചില പ്രാർത്ഥനകൾ ഇങ്ങനെയും പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിനൊരു ഇഷ്ടമുണ്ടെങ്കിലും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ഒന്ന് ബെൻഡ് ചെയ്ത് വളച്ചൊടിച്ച് ദൈവത്തിൻ്റെ ഹിതം മാറ്റിമറിക്കുന്ന പ്രാർത്ഥന. നമ്മുടെ ചില പ്രാർത്ഥനകൾ അങ്ങനെ ആകാറുണ്ട്. ദൈവം എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥന എന്താണ്? ദൈവത്തിൻ്റെ പ്രാർത്ഥനയെ മുറിച്ച് അതിനെ വളച്ച് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട്. സോ ഓൾ ദീസ് പെർസ്പെക്റ്റീവ്സ് ആർ ഫോൾസ് ഓർ ഇറ്റ് കനോട്ട് ബി ട്രൂ. ദൈവം ഒരു ഭയങ്കര ഏകാധിപതിയായിട്ട്, ദൈവം ഭയങ്കര ഇത് പറഞ്ഞാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രകൃതമാണോ? God is entirely different from what we think. നമ്മൾ ചിന്തിക്കുന്നത് വ്യത്യസ്തമാണ്. സോ ഇവിടെ എന്താണ് the will means? Let me explain to you that
അവിടെ രണ്ട് പദങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, ഗോഡ് ഹാസ് ഹിസ് ഓൺ ഡിക്രീസ്. ഡിഗ്രി അല്ല, ഡിക്രി. ദാറ്റ് മീൻസ് ദൈവത്തിന് ചില കാര്യങ്ങൾ ഒരു തീർപ്പുണ്ട്. ഉദാഹരണത്തിന്, ഇന്ന് സൂര്യൻ കിഴക്കുദിക്കണമെന്നുള്ളത് ദൈവം എന്ത് ചെയ്തു? തീർപ്പിച്ച് വെച്ചെന്ന കാര്യമാണ്. നമ്മൾ ദൈവത്തോട് പറയാം, കർത്താവ് എത്ര നാളായിട്ട് അവിടെ ഇല്ല, എന്നാൽ പടിഞ്ഞാറോട്ടൊന്ന് മാറ്റിക്കോ എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി ഡൺ. പ്രൈസ് ദി ലോർഡ്. ബട്ട് ഗോഡ് ഹാസ് ഓൾറെഡി ഡിക്രീഡ് സംതിങ് ആസ് ഫൈൻ ആൻഡ് സോവറിൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ചിലത് ഡിറ്റർമിൻഡ് ആണ്. ഇന്ന് ദൈവത്തിന് ഒരിക്കലും സൂര്യൻ എന്ന പടിഞ്ഞാറോട്ട് മാറ്റാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് മാറ്റാനായിട്ട് കഴിയുകയില്ല. ആൻഡ് വി കനോട്ട് പ്രേ ടു കോംപ്രമൈസ് സിൻ. പാപത്തിന് പരിഹാരം തരാനായിട്ട് ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുകയില്ല. വി കനോട്ട് പ്രേ ദാറ്റ് ലെറ്റ് മേ ബി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ദൈവത്തോട് പരാതി പറയാൻ സം ടൈം. God may have some eternal plan. ദൈവത്തിന് നിത്യമായ ചില ആഗ്രഹങ്ങളുണ്ട്. ദൈവം നിത്യമായി വെച്ചിരിക്കുന്ന ചില ദൈവിക പ്രമാണങ്ങളുണ്ട്. അതിനെ മാറ്റാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ദ വിൽ മീൻസ്. ദർ ഈസ് എ ഡിഗ്രി. അറ്റ് ദ സെയിം ടൈം ദൈവ ഇഷ്ടമെന്ന് പറയുന്നത് ദൈവത്തിന് ചില ആഗ്രഹങ്ങളുണ്ട്. ദ ടേം വിച്ച് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഫോർ ദാറ്റ് ഈസ് ഡിസയർ. സോ ടു ടേംസ്. God has his own degree that cannot be changed, that cannot be manipulated, that cannot be altered. That is very true and fine and unaltered. But there are something that God keeps as a desire. Praise the Lord. ചില ആഗ്രഹങ്ങളുണ്ട് ദൈവത്തിൻ്റെ ഉള്ളിലുള്ള, നമ്മെ ചൊല്ലിയുള്ള, നമ്മെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ. രണ്ട് ഗ്രീക്ക് പദങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം, ജസ്റ്റ് ടു മേക്ക് ദ തിങ്സ് വെരി ക്ലിയർ. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവഹിതം അല്ലെങ്കിൽ ദൈവ ഇഷ്ടം എന്നുള്ളതിന് രണ്ട് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The one word which is used to describe or used to explain God's will, it is telo, the Greek word. And the other word which is used for describing God's will is ബുലോമായി. നിങ്ങളെ രാവിലെ ഇവിടുന്ന് ഗ്രീക്ക് പഠിപ്പിക്കുകയല്ല, ലെറ്റ് ജസ്റ്റ് മേക്ക് യു സം സെൻസിബിൾ തിങ്സ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് ടെലോ. അറ്റ് ദ സെയിം ടൈം ദർ ഈസ് another word which is also denoted to explain what is a God's desire, God's will, that is ബുലോമായി. ഈ ടെലോ എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഏകദേശം 200 സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ബിലോമായി, ദറ്റ് അതർ വേർഡ്, ഈസ് ഓൺലി 7 times. അപ്പോൾ ദ ഫസ്റ്റ് വേർഡ് ടെലോ മീൻസ് ഇറ്റ് ഈസ് ഗോഡ്സ് എറ്റേണൽ ഡിഗ്രി ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. ആൻഡ് ബിലോമായി ഈസ് ദി അനദർ വേർഡ് വിച്ച് മീൻസ് വിച്ച് ഗോഡ് ഡിസയേഴ്സ്. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഇഷ്ടപ്പെടുന്നത്. സോ വൈ ഐ സെഡ് ദിസ് ടു ടേംസ് ഫോർ യു. നമ്മളിവിടെ വായിച്ച വേദഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ടെലോ. പ്രൈസ് ദി ലോർഡ്. സോ മേക്ക് യു ദാറ്റ് ഡിഫറൻസ്. ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഗ്രീക്ക് പദം നിങ്ങളോട് സംസാരിച്ചത്. സോ ദ വേർഡ്സ് ഇൻ 6 verses 10, chapter 6 verses 10, അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഇഷ്ടത്തിന് കൊടുത്തിരിക്കുന്ന ഈ ഗ്രീക്ക് വേർഡ് ഇറ്റ് ഈസ് ടെലോ. That means God has some eternal plan. Praise the Lord. അങ്ങനെയെങ്കിൽ the depiction that the things that we need to keep is, ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവേ നിന്റെ ഇഷ്ടം നടക്കണമേ. So God has some eternal plan for us. നമ്മെക്കുറിച്ച് ദൈവത്തിന് ചില നിത്യമായ പദ്ധതികളുണ്ട്. അത് നടക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. Praise the Lord. And there is a condition also written in that particular words. അവിടെ പറയുന്നത് നിന്റെ ഇഷ്ടം എങ്ങനെ സ്വർഗത്തിലെ പോലെ, how it works in heaven, that should be also similar, or it should be same with what should be happen in this earth too. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെ തന്നെ വേണം ഭൂമിയിലും നടക്കേണ്ടത് എന്ന് പ്രാർത്ഥിക്കാനായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്. സ്വർഗത്തിൻ്റെ ഇഷ്ടം എന്താണ്?
സ്വർഗത്തിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ദ കൈൻഡ് ഓഫ് തിങ്സ്, ഹൗ സ്വർഗത്തിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് വെരി വാട്ട് യു സേ കൺസിസ്റ്റൻറ്റ്, വെരി കംപ്ലീറ്റ്, ആൻഡ് ഇറ്റ് ഈസ് വെരി കോൺസ്റ്റൻറ്റ്. അവിടെ കർത്താവിന് ദൂതന്മാരോട് ചെയ്യടാ മക്കളെ, ഒന്ന് ചെയ്യടാ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? വിതിൻ വൺ മൊമെൻറ്റ് ദൂതന്മാർ ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവിടെ നടക്കും. ദൂതന്മാരോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, എന്താടാ നിന്നോട് കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞ് ഇതുവരെയും ചെയ്ത് തീർത്തില്ലേ, ഇനിയിപ്പോൾ ബാക്കി എപ്പോഴാണ് കർത്താവെ കുറച്ചുകൂടെ ബാക്കിയുണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞ് ബാക്കി ചെയ്തോളാം, അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടോ സ്വർഗത്തിൽ? ഇല്ല. സ്വർഗത്തിൽ ദൂതന്മാരോട് ഒരു ആജ്ഞ കൊടുത്താൽ ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി ഡൺ ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഹാപ്പൻഡ്. ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ സ്വർഗത്തിൽ ഒരു കാര്യം നടക്കുന്നതിന് ഒരു കംപ്ലീഷൻ ഉണ്ട്, ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ഇറ്റ് ഈസ് വെരി കോൺസ്റ്റൻറ്റ് ഓൾസോ. ദൂതന്മാർ ഉഴപ്പുന്നില്ല, സ്വർഗത്തിലെ പ്രോഗ്രാമുകൾക്ക് വീഴ്ചകൾ വരുന്നില്ല, സ്വർഗത്തിലെ ടൈമിംഗ് മാറുന്നില്ല, സ്വർഗത്തിൽ യാതൊരു വിഷയത്തിലും ഒരു എറർ ഉണ്ടാകുന്നില്ല. സ്വർഗത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ആസ് ഇറ്റ് ഈസ് നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ if the word telo is used here, so we need to understand God is desiring, God is asking us to our God, we need to pray that how it is functioning in heaven, സ്വർഗത്തിൽ എങ്ങനെയൊക്കെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഭൂമിയിലും എന്ത് ചെയ്യണം, നടക്കണം. ദാറ്റ് മീൻസ് കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്ന ആത്മീയ തലങ്ങളും ആത്മീയ അനുഭവങ്ങളൊക്കെ സ്വർഗത്തിൽ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നുവോ അതുപോലെ തന്നെ there should be a completeness in our spiritual life, there should be a consistency in our spiritual life, and there should be a constant a desire and constant progress in our spiritual life. അപ്പം കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന, കർത്താവെ സ്വർഗത്തിൽ നടക്കുന്ന രീതിയിൽ തന്നെ ഈ ഭൂമിയിലും നടക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ പോലെ ഉള്ള ഇഷ്ടം ഇന്ന് ഭൂമിയിൽ നടക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ദ ഗോഡ്സ് വിൽ ഇസ് നോട്ട് ഡൺ ഇൻ ദിസ് വേൾഡ് ടുഡേ. ദാറ്റ് ഈസ് വൈ വി സീ ക്രൈം, we see rebellions, we see kind of hatredness, we see people committing sinful deeds. ഇതെല്ലാം എന്തുകൊണ്ട് ഈ ഭൂമിയിൽ സംഭവിക്കുന്നു? സ്വർഗത്തിലെ പോലെയാണ് നടക്കുന്നതെങ്കിൽ it should be, അവിടെ ഒരിക്കൽ പോലും അത് നടക്കാൻ പാടില്ല. ഇവിടെ പാപം പെരുകാൻ പാടില്ല, ഇവിടെ ദുഷ്ടത പെരുകാൻ പാടില്ല, ഇവിടെ വിദ്വേഷം പെരുകാൻ പാടില്ല, പിണക്കങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ഇതൊന്നും നടക്കാൻ പാടില്ല if it is done as it is in heaven. സ്വർഗത്തിൽ ദൂതന്മാർ തമ്മിൽ ഈഗോ ഉണ്ടോ? സ്വർഗത്തിൽ ദൂതന്മാർ തമ്മിൽ എന്തെങ്കിലും മത്സരമുണ്ടോ? സ്വർഗത്തിൽ ദൂതന്മാർ തമ്മിൽ എന്തെങ്കിലും വിഷയത്തിൽ അവർ കോൺഫ്ലിക്റ്റിൽ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് the God's will is perfectly manifesting in heaven. അതുപോലെ തന്നെ ഭൂമിയിലും നടക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന. Praise the Lord, hallelujah. And of course world is under the control of Satan. സാത്താൻ്റെ അധീനതയിലായിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കുന്നില്ല. പക്ഷെങ്കിൽ ദൈവമക്കളായ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ദൈവമക്കളായ നമ്മുടെ പ്രാർത്ഥന, we need to pray that let God's will be done in this earth. How? In which manner? How it is happened in heaven. സ്വർഗത്തിൽ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ നടക്കണം. Praise the Lord. Finally, that prayer is also giving a assignment, a duty for us. ഈ ലോകം നമ്മുടേതല്ല, എന്നാൽ we need to conform our life, or we need to align our life with heaven. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ സാധ്യമാകണമെങ്കിൽ we need to align ourselves with the desire, with the plans, with the things that is happening in heaven. Praise the Lord. സ്വർഗത്തിലെ പോലെ ഇവിടെ നടക്കണമെങ്കിൽ our life should be in connection with the heaven. Praise the Lord. അപ്പോൾ we need to conform ourselves. We need to bring into a perfect conformity to the realm of heaven. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ആ ഒരു നേച്ചറിനോട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും സാധ്യമാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയേണ്ട ഒറ്റ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ടേക്ക് മൈ ലൈഫ് ആൻഡ് കൺഫോം
it to his word and to his will. ദൈവമേ, നിൻ്റെ ഇഷ്ടപ്രകാരം സഞ്ചരിക്കാനായി എന്നെ ഒരുക്കണമേ. കഴിഞ്ഞൊരു ദിവസം ഈവനിങ്ങിൽ ഞാൻ പ്രസംഗിച്ചൊരു പ്രസംഗം ഓർക്കുകയാണ്. എങ്ങനെയാണ് കുശവൻ്റെ കയ്യിലെ ആ കളിമൺ കുശവനെ അനുസരിക്കുന്നത്. ഹല്ലേലൂയ. പല പ്രാവശ്യം കുശവന് ആ മണ്ണിന്മേൽ അധികാരമുണ്ട്. ഒരു പ്രാവശ്യം താൻ ഡിസയർ ചെയ്തതുപോലെ ആ മൺപാത്രം വന്നില്ല, അതിനെ ഉടച്ച് വീണ്ടും നല്ലൊരു പാത്രമാക്കി മാറ്റി എന്നതുപോലെ we need to yield ourselves, we need to give ourselves. ഹല്ലേലൂയ. യേശു കർത്താവ് ഗത്സമനെ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതും എന്താണ്? പിതാവേ, നിൻ്റെ ഹിതം പോലെ നടക്കണമേ, നിൻ്റെ ഇഷ്ടം നടക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ ബെൻഡ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ദൈവം ഒരു വലിയ ഡിക്റ്റേറ്റർ ആയതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ലെറ്റ് മീ സറണ്ടർ അതാണോ, അല്ലെങ്കിൽ ദൈവം ഭയങ്കര കർശന സ്വഭാവമുള്ള വ്യക്തി ആയതുകൊണ്ട് ഐ നീഡ് ടു ജസ്റ്റ് ഒബേ. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദാറ്റ് സെൻസ്. ദൈവം ഒരു എറ്റേണൽ പ്ലാൻ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. We need to align ourselves, we need to conform ourselves within the heavenly realm, within the heavenly plans. ഞാൻ എൻ്റെ വാക്കുകളെ അധികം ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനയും കർത്താവേ, help me Lord to carry out the will very cheerfully, completely, constantly, hallelujah, consistently. കാരണം സ്വർഗത്തിൽ അങ്ങനെ നടക്കുന്നത്. ഞാനും ദൈവവുമായുള്ള ബന്ധം ഹല്ലേലൂയ ഒരു വേഗിയായിട്ട് തീരാൻ പാടില്ല. ഞാനും എൻ്റെ ആത്മീയ നിലവാരവും ഹല്ലേലൂയ ഒരിടത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ മാത്രം വെളിപ്പെടുന്നതല്ല. ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് വേർ എവർ ഇറ്റ് മേ ബി. അത് നമ്മുടെ ഓഫീസിലായിക്കൊള്ളട്ടെ, വീട്ടിലായിക്കൊള്ളട്ടെ, ചർച്ചിലായിക്കൊള്ളട്ടെ. അവർ സ്പിരിച്വൽ ലൈഫ് ഷുഡ് ബി കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ്. ഒരു ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിശുദ്ധീകരണവും ശുദ്ധീകരണവും അല്ല. എല്ലാ നിമിഷവും ഹല്ലേലൂയ we need to be consistent in our spiritual perception. That is what we can see in heaven. ഈ സ്വർഗത്തിൽ അതാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗവുമായി നമുക്കൊരു കൺഫർമിറ്റിയിലെത്തുവാനായിട്ട് കഴിയണം. എനിക്കറിയാം ഒത്തിരി കാര്യങ്ങൾ ഈ ഭാഗത്തൊന്ന് സംസാരിക്കാനായിട്ടുണ്ട്, എങ്കിലും ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടച്ചിട്ട് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ജീവിതം അലൈൻ ചെയ്യുന്നുണ്ടോ? ആർ മൈ ലൈഫ് ഈസ് കൺഫേമിങ് വിത്തിൻ ദി അലൈൻസ് ഓഫ് വിത്തിൻ ദി ഡിസയേഴ്സ് ഓഫ് ദി ഹെവൻ, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. Let our hearts will submit to the Lord. കർത്താവേ, ഒരു തെലോ is what God is asking for us, not ഗുലോമായി. ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കാട്ടിലപ്പുറം ദൈവത്തിൻ്റെ തീർപ്പാണ്. This is the degree that God is asking in our life. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എൻ്റെ ജീവിതം കർത്താവിൻ്റെ ഇഷ്ടവുമായി, കർത്താവിൻ്റെ ഹിതവുമായി ഒന്ന് ചേർന്ന് പോകാൻ ഇടയാകണം. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ, അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ ചില ആഴ്ചകളായി ഞങ്ങൾ ഈ പരമ്പരയിൽ അനവധി ചിന്തകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ആ ഒരു പദം പ്രയർ ഈസ് റീസൈനിങ് അവർ സെൽഫ്. ഞങ്ങളെ തന്നെ ഒന്ന് പുനർക്രമീകരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് സ്വർഗത്തിൽ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അത് കൺഫേം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, അതിനായി ഞങ്ങളെ ഒരുക്കണം. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. എല്ലാ മഹത്വം, എല്ലാ പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റാം.